മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വജീവൻ തന്നിട്ടും സ്നേഹിച്ചു കൊതി തീരാത്ത ദിവ്യകാരുണ്യ ഈശോ സ്വർഗം വിട്ട് നമ്മിലേക്ക് ഇറങ്ങുന്ന നഴ്സസ് ടൈമിൻ്റെ ഈ ആരാധന എപ്പിസോഡിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടെ കളിക്കാനോ സ്കൂളിൽ പോകുവാനോ ആരുമില്ലാതിരുന്ന ലീമായിലെ റോസ് ഒരിക്കൽ ഉണ്ണീശോയോട് വളരെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചു. മുറ്റത്തേക്കിറങ്ങി കളിക്കാനൊരുങ്ങുമ്പോൾ കോമളനായൊരു ബാലൻ അവളോടൊപ്പം കളിക്കാനായി ചേർന്നു. ഓരോ കളിയിലും ആ ബാലൻ തോറ്റുകൊണ്ടിരുന്നു. റോസിനെ പ്രശംസിച്ചുകൊണ്ടിരുന്ന ആ ബാലൻ അവസാനം അവളുടെ പേരെന്തെന്ന് ചോദിച്ചു. ഉണ്ണീശോയുടെ റോസ് എന്നവൾ മറുപടി പറഞ്ഞു. നിന്റെയോ? അവൾ തിരിച്ചു ചോദിച്ചു. റോസിൻ്റെ ഉണ്ണീശോ എന്ന ആ ബാലൻ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ജീവിതത്തിൽ അനേക നിമിഷങ്ങളിൽ നാം ഒറ്റയ്ക്കാകുമ്പോൾ നമ്മെ കരുതുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം ഇന്ന് ഷാർജ നഴ്സസ് മിനിസ്ട്രി ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ നയിക്കുന്ന ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും നമുക്ക് ഈ ആരാധനയിൽ പ്രത്യേകമായി ഓർക്കാം. അങ്ങേ ഞാൻ ആരാധിക്കുന്നു, പുത്രനാമേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, പുത്രനാമേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൂഹായ ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്കാരാധന. ആരാധന 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 അങ്ങേക്കാരാധന. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അതിസമ്പൂജ്യനായി ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് വചനത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ഞാനാണ് വഴിയും സത്യവും ജീവനും. തമ്പുരാനെ, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, ഈ നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് അവിടുന്ന് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു നേഴ്സാവാൻ വേണ്ടി കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഒരുപാട് മക്കളുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഞങ്ങളുടെ ഗുരുഭൂതന്മാർ, ആത്മീയ പിതാക്കൾ, കർത്താവെ അവരെല്ലാം ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം നന്ദി പറയുന്നു. ഞങ്ങൾ ഈ പ്രൊഫഷനിൽ ജോലി ഏറ്റെടുത്ത അന്നു മുതൽ
കർത്താവെ, ഇന്ന് നിമിഷം വരെ ഞങ്ങളുടെ നേഴ്സിംഗ് കെയറിലും മെഡിക്കേഷൻ കൊടുത്തപ്പോഴും സംഭവിക്കാമായിരുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും പൊന്നു തമ്പുരാനെ, നീ ഞങ്ങളെ കരുതിയതിനെ ഓർത്ത്, നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളിലൂടെ അങ്ങ് മറ്റു രോഗികളിലേക്ക് ഒഴുക്കിയ സൗഖ്യത്തെ ഓർത്ത് കർത്താവെ, നിമിഷം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ അവസ്ഥകളും ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, ഈ ഒരു നേഴ്സിംഗ് പ്രൊഫഷനിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കുവാനായിട്ട് സാമ്പത്തികമായി അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ അഭിവൃദ്ധിയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, എത്രയോ മക്കൾക്ക് സഹായം കൊടുക്കുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ഉപയോഗപ്പെടുത്തി. ഞങ്ങൾക്ക് അങ്ങ് തന്ന കുടുംബം, ജീവിത പങ്കാളി, മക്കൾ എല്ലാം ഓർത്ത് കർത്താവെ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനാ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനാ. ഈശോയെ, ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ മുന്നിൽ ഞങ്ങളായിരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരെയും ഈ ദിവ്യകാരുണ്യ ആരാധനയോട് ഞങ്ങൾ ചേർത്ത് വെക്കുന്ന കർത്താവേ, ദൈവമേ, പ്രത്യേകിച്ച് ജോലി മേഖലകളിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന നേഴ്സുമാർ, ദൈവമേ, ഒത്തിരിയേറെ പഠിച്ചിട്ടും ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേകം നേഴ്സുമാർ, ദൈവമേ, ഇവരെ ദിവ്യകാരുണ്യ ആരാധനയോട് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, വിവിധ ഏജൻസികൾ മുഖേന ഒത്തിരിയേറെ പൈസയൊക്കെ കൊടുത്തിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി പോയി, ദൈവമേ, അവിടെ ജോലി ലഭിക്കാതെ വഞ്ചിക്കപ്പെട്ടു പോയ അനേകം നഴ്സുമാർ, ദൈവമേ, ഈശോയെ, അവിടെ ക്ലിനിക്കുകളിലും മറ്റുമായി ദൈവമേ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന നഴ്സുമാർ, ദൈവമേ, ഇവരെ എല്ലാവരെയും ഈശോയെ ഇപ്പോൾ നിന്റെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പ്രയോജനപ്പെടാതെ ദൈവമേ 24 hours വീടുകളിൽ ഹോം നഴ്സുമാരായി ജോലി ചെയ്യുന്ന സകല നഴ്സുമാരിലേക്കും ഇപ്പോൾ ഈശോയുടെ അഭിഷേക തിരുരക്തം ശക്തമായി ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ ശക്തി ആ നഴ്സുമാരിലേക്ക് ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ തന്നെ ഞങ്ങളുടെ ജോലി മേഖലകളിൽ ഒത്തിരിയേറെ ജോലി ചെയ്താലും ഒത്തിരിയേറെ ആത്മാർത്ഥമായി രോഗികളെ പരിചരിച്ചാലും ഞങ്ങളുടെ അധികാരികളിൽ നിന്നും ഞങ്ങളുടെ സീനിയേഴ്സിൽ നിന്നും ഞങ്ങൾ ഏൽക്കേണ്ടി വരുന്ന കുത്തുവാക്കുകൾ, മുറിപ്പെടുത്തുന്ന വാക്കുകൾ, ദൈവമേ, ഒരു പക്ഷേ അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അതൊരു വലിയ മുറിപ്പാടായി മാറിയിട്ടുണ്ടാകാം. ദൈവമേ, അങ്ങനെ ദൈവമേ, വേദനകളിൽ കഴിയുന്ന സകല നഴ്സുമാരിലേക്കും ഇപ്പോൾ ഈശോയുടെ അഭിഷേക തിരുരക്തം ശക്തമായി ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, കർത്താവേ, അതുപോലെ തന്നെ ഈ പ്രൊഫഷനോട് ഒട്ടും ഇഷ്ടമല്ലാതെ ഈ ജോലിയിലേക്ക് കടന്നു വന്ന് ജോലി ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന അനേകം നഴ്സുമാർ, ദൈവമേ, അതുപോലെ തന്നെ ഒത്തിരിയേറെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യന്റിനെ കിട്ടുമ്പോൾ ദൈവമേ അതിന് മാനേജ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ടെൻഷനുകളിൽ ഭയത്തിന്റെ മേഖലകളിൽ കഴിയുന്ന അനേകം നഴ്സുമാരെ ഈ നിമിഷം നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഗ്ലോറി 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 ശക്തമായി സ്തുതിക്കട്ടെ. ഓ ഗ്ലോറി 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 ഓ റിഗോറി യോറ ഷിതോറി യോറ ബാഷാന 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 ഓ റിന്ദാര 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 യേശുവേ ഓ റിയ 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 കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും
സ്നേഹനാഥനല്ലേ ഈശോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് താരയിൽ നിന്ന് സമ്മാനമായി നൽകിയ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് നന്ദി പറയുന്നുണ്ട് ഈശോയെ. ഈശോയെ, എന്നാലും പലപ്പോഴും കർത്താവെ, ഞങ്ങൾ അവരുടെ കുറവുകളെ നോക്കി കുറ്റപ്പെടുത്തിയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. മാപ്പ് ചോദിക്കുകയാണ് ഈശോയെ. ഈശോയെ, ഞങ്ങളുടെ ജോലി, ഈശോയെ ഞങ്ങളുടെ ശമ്പളം, ഞങ്ങളുടെ സൗന്ദര്യം ഇതെല്ലാം വലുതാണെന്ന് വിചാരിച്ച് അഹങ്കരിച്ച നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവേ. കർത്താവേ, ഇപ്പോൾ ദിവ്യകാരുണ്യ ആരാധനയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഈശോയെ തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, ഒന്ന് പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത അവരുടെ അവസ്ഥയിലേക്ക്, ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവരുടെ അവസ്ഥയിലേക്ക്, എളിമപ്പെടാൻ പറ്റാത്ത അവരുടെ അവസ്ഥയിലേക്ക് ദിവ്യകാരുണ്യ ഈശോയെ നിന്റെ സ്നേഹം ഒഴുക്കണം ഈശോയെ. അതിലുമുപരിയായിട്ട് കർത്താവേ, ജീവിത പങ്കാളിയുടെ വിശുദ്ധിയില്ലായ്മ മൂലം വേദനിക്കുന്ന എത്രയോ മക്കളുണ്ട് കർത്താവേ. ഒന്ന് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പോലും പറ്റാത്ത അവരുടെ ആ ഹൃദയ വേദനകളെ നീ കാണണം ഈശോയെ. സങ്കീർത്തകനോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കണം ഈശോയെ. ഉരുകിയ മനസ്സാണല്ലോ ദൈവത്തിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ ഈശോയെ. അവരുടെ ആ ഹൃദയങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയെ, അവരുടെ ഹൃദയങ്ങളെ നീ കാണണമേ കർത്താവേ. നിന്റെ സ്നേഹം ഒഴുക്കണമേ ഈശോയെ. ഈശോയെ, ജെറമിയ പ്രവാചകനോട് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് ഞാൻ തക്ക പ്രതിഫലം നൽകുമെന്ന്. ഈശോയെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനെ കർത്താവേ, ഈശോയെ, ആ വേദനിക്കുന്ന മക്കളിലേക്ക്, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ വിശുദ്ധിയില്ലായ്മ മൂലം വേദനിക്കുന്ന മക്കളിലേക്ക് കർത്താവേ നിന്റെ സ്നേഹം ഒഴുക്കി അവരുടെ യാതനകൾക്ക് പ്രതിഫലം നൽകണമേ എന്ന് നമുക്കെല്ലാവർക്കും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ, ആദ്യ നസ്രത്തിലെ തിരുകുടുംബം പോലെ ഞങ്ങളുടെ ഓരോരുത്തരെയും കുടുംബങ്ങളെ വിശുദ്ധ കുടുംബമാക്കി മാറ്റണമേ എന്ന് നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്ര സ്തോത്ര ഈശോയെ, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ, ഈശോയെ ഈശോയെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്ര സ്തോത്ര ഈശോയെ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ, ഈശോയെ തൊടണം ഈശോയെ, ഈശോയെ നീ തൊടണമേ കർത്താവേ, തൊടണമേ കർത്താവേ, തൊടണം ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, സ്തോത്ര സ്തോത്രം ഈശോയെ, ഈശോയെ 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 ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ തായിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകണേ 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 എൻ്റെ കർത്താവേ, കഴുകണേ 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 എൻ്റെ കർത്താവേ, കഴുകണേ 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 എൻ്റെ കർത്താവേ, കഴുകണേ 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 എൻ്റെ കർത്താവേ. നിയമാവർത്തനം 4:7 പറയുന്നു, നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയേറെ അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ, ലോകം മുഴുവന് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സുമാരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. അതോടുകൂടി നമുക്ക് രോഗികളായിട്ടുള്ള എല്ലാ നേഴ്സുമാരെയും നമുക്കിപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകമായ വിധത്തിൽ ഞങ്ങൾ ഇന്ന് ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. നേഴ്സുമാരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ ഒരു സ്പർശനത്തിനായിട്ട് ഞങ്ങളിപ്പോൾ അവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈശോയെ, പ്രത്യേകമായിട്ട് കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് എന്നിട്ടും ജോലി ചെയ്യേണ്ട അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്ന ഒത്തിരി നേഴ്സുമാർ ഞങ്ങളുടെ ചുറ്റുമുണ്ട്, ഞങ്ങളുടെ വാർഡിലുണ്ട്, ഞങ്ങളുടെ ഹോസ്പിറ്റലിലുണ്ട്. നമുക്ക് അവരെ എല്ലാം നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ക്യാൻസർ ബാധിച്ച രോഗികളെ നമുക്കിപ്പോൾ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവെ, പ്രത്യേകമായിട്ട് ഞങ്ങളപ്പോൾ
ക്യാൻസർ വാർഡിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെ എല്ലാം ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ എല്ലാം അവിടുന്ന് അറിയുന്നുണ്ടല്ലോ കർത്താവേ. അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള ക്യാൻസർ ആണോ എന്ന് ഭയപ്പെട്ട് കഴിയുന്ന ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെയുണ്ട്. വേണ്ടത്ര കരുതലെടുക്കാതെ മുൻകരുതലെടുക്കാതെയൊക്കെ ജോലി ചെയ്യുന്ന, അപകടാവസ്ഥയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഞങ്ങളുടെ ചുറ്റുമുണ്ട്. ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും വേണ്ടത്ര സംരക്ഷണം എടുക്കാതെ ജോലി ചെയ്യേണ്ട അവസ്ഥകളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് കർത്താവെ. അപ്പോഴെല്ലാം അവിടുത്തെ തിരുരക്തമായിരുന്നല്ലോ ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയത്. അത് മാത്രമാണല്ലോ ഏറ്റവും വലിയ സംരക്ഷണം. വേറെ ഒന്നിനും തടുക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾക്ക് വരാമാവുന്ന എല്ലാ അപകടാവസ്ഥകളും. കർത്താവെ, ഞങ്ങളിപ്പോൾ ഓരോ ക്യാൻസർ രോഗികളെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നവരെല്ലാം നമ്മളിന്ന് ഓർക്കാം. നമുക്ക് നമ്മുടെ കൂടെ നിന്ന് ക്യാൻസറായിട്ട് മരിച്ചു പോയവരുണ്ട്. അവരുടെ എല്ലാ ആത്മാവിനെ നമ്മളിപ്പോൾ ഓർക്കുകയാണ് കർത്താവെ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കരങ്ങളിൽ എടുത്തു പിടിക്കുകയാണ്. രോഗികളെ ശുശ്രൂഷിക്കുന്ന കരങ്ങളിൽ എടുത്തു ഞങ്ങൾ സമർപ്പിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടത്തേക്ക് അത് കേൾക്കാൻ കഴിയുകയില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തുമെന്ന്. ആ വചനം അവകാശപ്പെട്ടുകൊണ്ട് അവിടുത്തെ വചനം അയച്ച് ഈ രോഗികളെ എല്ലാവരെയും കർത്താവെ, ഇപ്പോൾ ലോകം മുഴുവന് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവെ, ഈ ഹാളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങൾ, മറ്റുള്ള ആവശ്യങ്ങൾ, രോഗസൗഖ്യത്തിനായിട്ട് ഞങ്ങളിപ്പോൾ എല്ലാവരെയും കരങ്ങളിലേർത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ, അവിടുത്തെ ഒരു സ്പർശനത്തിനായിട്ട് അവിടുത്തെ ശക്തി ഇപ്പോൾ ഒഴുക്കണമേ എന്ന് കർത്താവെ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ സഹോദരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എൻ്റെ ഈശോയെ, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഓരോ രോഗിയിലും എൻ്റെ ഈശോയെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദീപികാരുണ്യനാഥ കർത്താവെ, ഞങ്ങൾ ജോലിയിൽ പലപ്പോഴും ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്തു പോയിട്ടുണ്ട്. ശമ്പളത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്തു പോയിട്ടുണ്ട്. ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ ഈശോയെ കർത്താവെ, ഞങ്ങളിലൂടെ അങ്ങയുടെ സൗഖ്യവും അങ്ങയുടെ സ്നേഹവും രോഗികളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ ഈശോയെ, ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുവാനുള്ള വലിയ കൃപാവരവും ശക്തിയും ഈ നിമിഷം ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് എൻ്റെ സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നങ്ങയുടെ വചനപ്രകാരം എൻ്റെ ഈശോയെ, ഞങ്ങൾ ഓരോ രോഗികളെയും ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ഈശോയുടെ സ്നേഹവും സൗഖ്യവും കടന്നു ചെല്ലുന്നതിലൂടെ കർത്താവെ, ഓരോ രോഗിയും അവരുടെ ബന്ധുമിത്രാദികളിലും ഞങ്ങളിലൂടെ പാവപ്പെട്ടവരായ ഓരോ നേഴ്സിലൂടെ എൻ്റെ ഈശോയെ കണ്ടെത്തുവാനും ഈശോയെ അറിയുവാനും ഈശോയെ സ്നേഹിക്കുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോയെ കർത്താവെ, രോഗികളെ ശുശ്രൂഷിക്കുവാനായിട്ട് തടസ്സമായിട്ടിരിക്കുന്ന ഓരോ മേഖലകൾ ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരം കർത്താവെ, രോഗികളെ ശുശ്രൂഷിക്കുവാൻ തടസ്സമായിട്ടിരിക്കുന്ന ഓരോ മേഖലകൾ എൻ്റെ ഈശോയുടെ തിരക്തത്താൽ ഈ നിമിഷം കഴുകി വിശുദ്ധീകരിച്ച് നീതീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോയെ കർത്താവെ, ഇപ്പോൾ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലേക്കും കർത്താവെ, ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരിലേക്കും
ദിവികാരുണ്യത്തിൽ നിന്ന് യേശുവിൻ്റെ വലിയ ശക്തി ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ രോഗികളെയും ശുശ്രൂഷിക്കുവാൻ തക്ക പരിശുദ്ധാത്മ ശക്തി ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Hallelujah. 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 ആദിയിലുണ്ടായിരുന്ന വചനം എല്ലാം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. ആ വചനത്തെ അപ്പോസ്തലന്മാർ നേരിട്ട് കണ്ടു, സൂക്ഷിച്ചു വീക്ഷിച്ചു, അവരുടെ കരങ്ങളാൽ സ്പർശിച്ചു, കാതുകളാൽ കേട്ടു, കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്ത ആ യേശുവിനെ കുറിച്ച്, ആ വചനത്തെക്കുറിച്ച് അപ്പോസ്തലന്മാർ പങ്കുവെച്ചു. അവരുടെ സന്തോഷം, അവരുടെ സമാധാനം അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചത് അവരുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, പിതാവിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മളുടെ ഹൃദയം പല കാരണങ്ങളാൽ അസ്വസ്ഥമാണ്. ജോലി സംബന്ധ മേഖലയിൽ അസ്വസ്ഥതയുണ്ട്. ജോലി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള അസ്വസ്ഥതയുണ്ട്. ജോലി നഷ്ടപ്പെട്ടെന്നാൽ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ള അസ്വസ്ഥതയുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ പൂർത്തീകരിക്കാം എന്നുള്ള അസ്വസ്ഥതയുണ്ട്. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലെ, കുടുംബ സാഹചര്യങ്ങളിലെ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ കടന്നു വരുന്നു. നമ്മുടെ മനുഷ്യ ബന്ധങ്ങളിലെ അസ്വസ്ഥതകൾ കടന്നു വരുന്നു. പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മെ അലട്ടുമ്പോൾ എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ മത്തായി 28:18 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ലോകമെങ്ങും പോയി സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അവരെ പഠിപ്പിക്കുവിൻ. ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ കൂടെയുള്ള ഈശോനാഥൻ, സകലത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, നമുക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ ഹൃദയം ഒരു കാരണവശാലും അസ്വസ്ഥമാകേണ്ട, എല്ലാറ്റിനും പരിഹാരം എൻ്റെ പക്കലുണ്ട്. എല്ലാറ്റിനും പരിഹാരമുള്ള യേശുനാഥൻ ഇതാ നമ്മുടെ സന്നിധിയിൽ, ഈ വിശുദ്ധ കുർബാനകൾ സന്നിധനാണല്ലോ. നമുക്ക് ഇരു കരങ്ങളും അവരിലേക്ക് നീട്ടിക്കൊണ്ട് അവനെ സ്തുതിച്ച് ആരാധിച്ച് പാടി നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതികളിൽ വാഴുന്നവനെ, ഞങ്ങളുടെ ജീവിത സാഹചര്യം മുഴുവനിലേക്ക് ഇറങ്ങി വരണമേ. അസ്വസ്ഥതകൾ ഏറ്റെടുക്കുന്നതിനായിട്ട് നന്ദി അർപ്പിക്കുന്നു, ഭാരങ്ങളെ മാറ്റിക്കളയുന്നതിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് യേശുവേ എന്ന് വിശുദ്ധ കുർബാനയിലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട് യേശുവേ എന്ന് ഉച്ചത്തിൽ വിളിക്കുക. യേശുവേ, യേശുവേ, ഈശോയേ, ഹല്ലേലൂയ, ഈശോയേ, ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനിലൂടെയും ഷാർജ നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങളിലൂടെയും ഒരിക്കലും അസ്തമിക്കാത്തതും നിലയ്ക്കാത്തതുമായ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഈ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയോട് നന്ദി പറയാം. ഈ സ്നേഹം
ഓരോ നിമിഷവും നമ്മെ നയിക്കട്ടെ. ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും നാം ചെയ്യുന്ന ഓരോ നൈറ്റ് ഡ്യൂട്ടിയും, പകലിൻ്റെ അധ്വാനഭാരം കഴിഞ്ഞ് കുടുംബങ്ങളിലെത്തി നാം ചെയ്യുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും ഈ സ്നേഹത്തിൽ നിറഞ്ഞതാവട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ അങ്ങനെ നാം ഓരോരുത്തരും ഒരു കുഞ്ഞ് ഈശോയായി മാറട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.